ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഒരു മാങ്ങ പച്ചടിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് പഴുക്കാൻ തുടങ്ങിയ മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാവുമ്പോൾ പുളി അല്പം കുറയും. എന്തായാലും പച്ചടി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൺചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ച മാങ്ങ കഷ്ണങ്ങളിട്ടു. 2-3 പച്ചമുളക് കീറിയതും ഉപ്പും പാകത്തിന് വെള്ളം ഒഴിച്ചു ഒന്ന് ചുറ്റിച്ചെടുത്തു. ശേഷം നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അത് അവിടെ കിടന്ന് വേവട്ടെ. ഒരു പാട്ട് പാടിയാലോ? തേനും വയമ്പും നാവിൽ തൂകും വാനമ്പാടി, തേനും വയമ്പും നാവിൽ തൂകും വാനമ്പാടി. പാട്ട് മുഴുമിക്കാൻ പറ്റിയില്ല. നമുക്ക് അരപ്പ് തയ്യാറാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അരപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരമുറി ചിരവിയ തേങ്ങയും 1 ടീസ്പൂൺ കടുകും ഇട്ടിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുത്തതാണ് ഞാൻ. അപ്പോൾ ഇതിനെ പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട, കുറച്ച് കട്ടിയിൽ തരിതരിപ്പായിട്ട് വേണം നമ്മൾ പച്ചടിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്യുക. പാകത്തിന് ഉപ്പ് നോക്കാം നമുക്ക് കേട്ടോ. പാകത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു തിള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തേനും വയമ്പും നാവിൽ തൂകും വാനമ്പാടി, തേനും വയമ്പും നാവിൽ തൂകും വാനമ്പാടി. രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും വീണ്ടും വീണ്ടും. അപ്പം നമ്മളിവിടെ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒരു തിള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കൊന്ന് താളിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് ഒരു നുള്ള് ഉലുവ ഇട്ടു, 1 ടീസ്പൂൺ കടുകും ഇട്ടു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പൊട്ടട്ടെ കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വറ്റൽമുളക് പൊട്ടിച്ചത് ഒരു 2 എണ്ണം, പിന്നെ ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് താളിച്ചൊഴിക്കുക കേട്ടോ. ഇപ്പം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ സ്വാദേറുന്നൊരു മാങ്ങാ പച്ചടി ചോറും കാത്ത് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും വരാം. അതുവരേക്കും ബൈ.